നമസ്കാരം പ്രിയരെ, ഞാൻ ഫാത്തിമയാണ്. എല്ലാവരെയും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട് അല്ലേ? നമ്മുടെ വായനാശീലം വളർത്തുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ചെറുതല്ല. പല സങ്കടഘട്ടങ്ങളിലും നമ്മുടെ വിഷമം അകറ്റാൻ പുസ്തകങ്ങൾക്ക് സാധിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചങ്ങാതിമാരാകാൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറാൻ നമ്മുടെ വായനകൾക്ക് അല്ലെങ്കിൽ നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട നിംന വിജയ് രചിച്ച ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുസ്തകങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറട്ടെ എന്ന്. എന്നാൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളേക്കാൾ, സുഹൃത്തുക്കളേക്കാൾ, നാം വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകത്തേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് എന്ന തിരിച്ചറിവ് നൽകുന്ന പുസ്തകമാണ് നിംന വിജയ് രചിച്ച ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നമുക്കറിയാം, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന ചോദ്യത്തിന് പലപ്പോഴും പല ഉത്തരങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. അവയിൽ ഏറ്റവും അവസാനത്തേതായിരിക്കും നമ്മുടെ പേര്, അല്ലേ? എന്നാൽ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ് നിംന വിജയ് രചിച്ച ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ശരിക്കും പറഞ്ഞ പല സന്ദർഭങ്ങളിലും നമ്മൾ നമ്മളെ തന്നെ ഓർത്തു പോകും. പല സിറ്റുവേഷൻസും എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ഈ ഒരു പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പലരും നേരിടുന്നൊരു പ്രശ്നമാണ്, നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നോ പറയാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി ആ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്നതൊക്കെ. അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ എങ്ങനെയാണ് ലഘൂകരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെ കൃത്യമായി അത്തരം സന്ദർഭങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാം, എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെതിരെ കൃത്യമായി നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് എന്ന് ഈ ഒരു പുസ്തകം മനസ്സിലാക്കി തരുന്നുണ്ട്. അതിന് അടിസ്ഥാനം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ് എന്ന് ഈ പുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ രചയിതാവിന്റെ നിലപാടുകളെ കുറിച്ചുമെല്ലാം പല ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ, നമ്മൾ ആരുടെയും അടിമകളല്ല എന്നും നമ്മൾ ആർക്കും കീഴിൽ നമ്മുടെ ജീവിതം ത്യാഗം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ അടിമപ്പെടുത്തേണ്ടതില്ല എന്നും ഓരോ മനുഷ്യർക്കും സ്വതന്ത്രമായ അഭിപ്രായങ്ങളും നിലപാടുകളും അവകാശങ്ങളും അവർക്ക് അവരുടേതായ വ്യക്തിത്വവും ഉണ്ട് എന്നും മനസ്സിലാക്കി തരുന്നതിന് ഈ പുസ്തകം വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു വീട്ടമ്മയെ കാണാം, അതുപോലെ തന്നെ സ്വന്തം കാലിൽ ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാം, അതുപോലെ തന്നെ സ്വതന്ത്രമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് മനുഷ്യരെ കാണാം. ഇവയെല്ലാം ഈ ഒരു പുസ്തകത്തിന്റെയും ഈ ഒരു സമൂഹത്തിന്റെയും ഭാഗമാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു പുസ്തകം ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ വായിച്ചാൽ ഒട്ടും ബോറടിക്കാത്തതുപോലെ, സമയം പോകാൻ, അതായത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയാത്തതുപോലെയാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവമായിരിക്കുമെന്നത് തീർച്ചയാണ്. വായനയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വായന ഒരു തുടക്കമായി, അതായത് വായനയുടെ തുടക്കത്തിലെത്തി നിൽക്കുന്നവർക്കൊക്കെ വായിക്കാനും അതുപോലെ തന്നെ ജീവിത മൂല്യങ്ങൾ ആർജിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു പുസ്തകമെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് നിംന വിജയ് രചിച്ച ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. എല്ലാവർക്കും വളരെ നല്ലൊരു വായനാനുഭവം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായനയിലൂടെ നമുക്ക് മുന്നേറാം, ജീവിത മൂല്യങ്ങൾ ആർജിച്ചെടുക്കാം. അതിലൂടെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അഭിമുഖീകരിക്കാം. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം ആശംസിക്കുന്നു. നന്ദി.